നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. കോട്ടവട്ടത്ത് 13കാരനെ കനാലിൽ കാണാതായി. ചൊവ്വാഴ്ച രാത്രി 8 വരെ തെരച്ചിൽ നടത്തി. ബുധനാഴ്ച രാവിലെ തെരച്ചിൽ തുടരുമെന്ന് അഗ്നിശമന സേന. ചിതറയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് നൽകുന്ന താത്കാലിക കെട്ടിടത്തിൽ താമസിയാതെ പ്രവർത്തനം തുടങ്ങും. ചിതറ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടം നാടിന് സമർപ്പിച്ചു. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് തുടങ്ങി. വാർത്തകൾ വിശദമായി. കോട്ടവട്ടത്ത് 13കാരനെ കനാലിൽ കാണാതായി. ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം. സഹോദരിക്കൊപ്പം സമീപത്തെ കുളത്തിൽ വെള്ളമെടുക്കാൻ പോയപ്പോഴാണ് അപകടമുണ്ടായത്. കോട്ടവട്ടം കനാലിനു സമീപം കാര്യോട്ട് താഴത്തിൽ തുളസീധരന്റെ മകൻ വിനേഷ് ചന്ദ്രനെയാണ് കാണാതായത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം. വെള്ളവുമായി മടങ്ങിയ വിദ്യാർത്ഥി കനാലിലേക്ക് കാൽ വഴുതി വീഴുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സഹോദരി ബഹളമുണ്ടാക്കി ആളെ കൂട്ടിയെങ്കിലും ശക്തമായ ഒഴുക്കിൽപ്പെട്ടതിനാൽ രക്ഷപ്പെടുത്താനായില്ല. പുനലൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് രാത്രി 8 വരെ തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല. KIP അധികൃതരെ വിവരമറിയിച്ച് ജലവിതരണം നിർത്തിവയ്പ്പിച്ചെങ്കിലും കനാലിലെ ശക്തമായ ഒഴുക്ക് കുറയാൻ മണിക്കൂറുകൾ വേണ്ടിവരും. രാവിലെ തിരച്ചിൽ തുടരുമെന്ന് അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ അറിയിച്ചു. കോട്ടവട്ടം ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വിനേഷ്. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ വികസന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ശ്രമം തുടരുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ചിതറ ഗ്രാമപഞ്ചായത്ത് പുതുതായി നിർമ്മിച്ച പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചെന്നിത്തല. തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തേടി ജനങ്ങൾക്ക് എത്തിച്ചേരാനുള്ള സ്ഥലമാണ് പഞ്ചായത്ത് ഓഫീസ്. പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരം കിട്ടിയിരിക്കുന്ന കാലമാണിത്. അവ ഫലപ്രദമായി വിനിയോഗിച്ചാൽ ജനങ്ങൾക്ക് വലിയ തോതിലുള്ള ആശ്വാസം കിട്ടുമെന്നും ചെന്നിത്തല പറഞ്ഞു. ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്ന് പരിഹാരം കാണാൻ അവരെത്തിച്ചേരുന്ന ഒരിടം പഞ്ചായത്ത് ഓഫീസാണ്. പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരം കിട്ടിയിരിക്കുന്ന ഒരു കാലമാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലൂടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തി പകരാനുള്ള ശ്രമങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മഹാത്മജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് 72ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മുടെ രാജ്യത്ത് നടപ്പായിരിക്കുകയാണ്. പഞ്ചായത്തുകൾക്ക് വിപുലമായ അധികാരമാണ് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. ആ അധികാരം ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വലിയ തോതിലുള്ള ആശ്വാസം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുല്ലക്കർ നാഗരൻ MLA അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായർ സ്വാഗതം പറഞ്ഞു. രാജീവ് ഗാന്ധി സ്റ്റഡി സെന്റർ ഡയറക്ടർ A. ഹിദുർ മുഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗം S. ആനന്ദകുസുമം, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീന ഓമനാദേവൻ, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് കുമാർ, MM നസീർ, പ്രയാർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. ചിതറയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ അനുവദിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപനം നടത്തി. പുതിയ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളവുപച്ച കേന്ദ്രീകരിച്ചാണ് പുതിയ പോലീസ് സ്റ്റേഷൻ വരുന്നത്. ചിതറ ഗ്രാമപഞ്ചായത്തിലെ വളവുപച്ച കേന്ദ്രീകരിച്ച് പോലീസ് സ്റ്റേഷൻ അനുവദിക്കണമെന്നത് വളരെ കാലമായുള്ള ആവശ്യമാണ്. ഈ ആവശ്യമുന്നയിച്ച് വിവിധ രാഷ്ട്രീയ കക്ഷികൾ ധർണകളും നിവേദനങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. നിലവിൽ കടക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ചിതറ. പ്രയാർ ഗോപാലകൃഷ്ണൻ MLA ആയിരുന്ന കാലത്ത് ചിതറ പഞ്ചായത്തിൽ പോലീസ് സ്റ്റേഷൻ അനുവദിക്കുന്നതിന് UDF സർക്കാർ തീരുമാനം എടുത്തെങ്കിലും പല കാരണങ്ങളാൽ നടപ്പായില്ല. ചിതറയിൽ പുതിയ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനെത്തിയ രമേശ് ചെന്നിത്തലയോട് പോലീസ് സ്റ്റേഷന്റെ ആവശ്യകത MLA അടക്കമുള്ള ജനപ്രതിനിധികൾ സൂചിപ്പിച്ചിരുന്നു. വേദിയിൽ വെച്ച് റൂറൽ SP S. സുരേന്ദ്രനോട് വിവരങ്ങൾ ആരാഞ്ഞ മന്ത്രി DGPയെ ഫോണിൽ വിളിച്ച് ചർച്ച നടത്തി. തുടർന്ന് പോലീസ് സ്റ്റേഷൻ അനുവദിച്ചതായി ഉദ്ഘാടന പ്രസംഗത്തിനിടെ ചെന്നിത്തല പ്രഖ്യാപിക്കുകയായിരുന്നു. എല്ലാവരും ഈ പഞ്ചായത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ വേണ്ട ആവശ്യകതയെപ്പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ഇവിടെ എന്നോട് SPയെ വിളിച്ച് ഈ കാര്യം സംസാരിച്ചത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ തടസ്സം കാരണമാണ് ഇത് ലഭിക്കാത്തതെന്ന് പറഞ്ഞു. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് DGPയെ, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിനെ ഞാൻ വിളിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ചിതറയിലാണ്, ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ആവശ്യം എല്ലാവരും MLAയും മുൻ MLAയും മറ്റ് നേതാക്കളും ഉന്നയിക്കുകയാണ്. ഞാനിതിവിടെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ആവശ്യമാണോ സാർ എന്നാണ് എന്നോട് ചോദിച്ചത്. തീർച്ചയായിട്ടും ആവശ്യമാണ്. ചിതറയിൽ ആദ്യമായിട്ട് കുറേ കാലത്തിന് ശേഷം വരികയാണ്. അതുകൊണ്ട് ഇവിടെ പ്രഖ്യാപിക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ അനുവാദത്തോടു കൂടി ചിതറ പോലീസ് സ്റ്റേഷൻ ഞാൻ പ്രഖ്യാപിക്കാം. ചിതറ പോലീസ് സ്റ്റേഷൻ വൈകാതെ
പ്രവർത്തനം ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നിങ്ങളെല്ലാവരെയും അറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കട്ടെ. പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനായി വളവ് പച്ചയിൽ സ്ഥലവും താൽക്കാലിക കെട്ടിടവും നൽകാമെന്ന് പഞ്ചായത്ത് ഉറപ്പു നൽകി. ഇത് ലഭ്യമാകുന്നതോടെ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, കടക്കൽ. റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ബിൽ നടപ്പാക്കുമ്പോൾ ഫീസ് നിരക്ക് കുറയ്ക്കണമെന്നും കമ്മീഷൻ ഏജന്റുമാർക്ക് ലൈസൻസ് നൽകണമെന്നും ഓൾ കേരള കമ്മീഷൻ ഏജന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോയി പാത്താടൻ ആവശ്യപ്പെട്ടു. സംഘടനയുടെ ജില്ലാ സമ്മേളനം പത്തനാപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മളെല്ലാവരും ഈ തൊഴിൽ ചെയ്തവരാണ്. പരസ്പരം നടക്കുന്ന നമ്മുടെ റോഡിലെ നായ്ക്കളെ എല്ലുമുട്ടിക്ക് തല്ലുകൂടുന്നത് പോലെ ഒരു കച്ചവടം കണ്ടാൽ, നേരത്തെ ജില്ലാ പ്രസിഡന്റ് പ്രസംഗിച്ചപ്പോഴേ പറഞ്ഞു, ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൊത്തിക്കീറുമ്പോൾ അതിന് ഓരോ നേതാവ് ചെന്നിട്ട് അത് പരിഹാരം കണ്ട് തീർക്കുന്നത് പോലെ നമ്മളുടെ നാട്ടില് ഇങ്ങനെ ആഹാരത്തിന് വേണ്ടി കടികൂടുന്ന നമ്മളെപ്പെട്ട പാവപ്പെട്ടവര്, നമുക്കൊരു തൊഴില് ദൈവം അനുഗ്രഹിച്ച തൊഴില് ആരും തന്നതല്ല, നമ്മൾ ഒരു കാരന്റെ വയറിന്റെ വിശപ്പിന് അത് തീർക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു മാർഗം നൽകി ഈ തൊഴിലിനെ പരിപോഷിപ്പിക്കുക. ഭൂമി വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കണമെന്നും ജോയി പാത്താടൻ പറഞ്ഞു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഐ നാസറുദ്ദീൻ അധ്യക്ഷനായി. നിയോജകമണ്ഡലം പ്രസിഡന്റ് എ അയൂബ് ഖാൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ജില്ലാ നേതാക്കളായ പി തോമസ്, പി എ കരീം, റിജി കെ ചെറിയാൻ, എ കെ ലത്തീഫ്, അബ്ദുൽ അസീസ്, പി അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സാക്ഷരതാ മിഷന്റെ പുനലൂർ സെന്ററിന്റെ നേതൃത്വത്തിൽ പത്തനാപുരത്ത് ജീവകാരുണ്യ സംഗമം സംഘടിപ്പിച്ചു. ഗാന്ധിഭവനിൽ നടന്ന സംഗമം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ആധുനിക സമൂഹം വയോജനങ്ങളെ ബാധ്യതയായി കാണുന്ന പ്രവണത വർദ്ധിച്ചുവരികയാണ്. ആശങ്കാജനകമായ ഈ പ്രവണതയ്ക്ക് മാറ്റം വരുത്തുന്നതിന് സാമൂഹ്യ ബോധവത്കരണം ശക്തമാക്കണമെന്നും കെ ദിലീപ് കുമാർ പറഞ്ഞു. ഇവിടെ വന്നുപോയിട്ടുള്ള എത്രയോ അമ്മമാരുടെ, അച്ഛന്മാരുടെ, അപ്പൂപ്പന്മാരുടെ, സഹോദരങ്ങളുടെ ചരിത്രം അറിയാവുന്നവരാണ് നമ്മൾ. അമ്മയെ ഇവിടെ കൊണ്ടാക്കിയിട്ട് നാട്ടിൽ ചെന്നപ്പോ നാട്ടുകാരോട് മറുപടി പറയേണ്ടി വന്ന മക്കൾക്ക് വിഷമം തോന്നി. വിഷമം എന്ന് പറഞ്ഞാൽ വിഷമമല്ല, മറിച്ചൊരു നാണക്കേട് തോന്നി. വീണ്ടും തിരിച്ച് ഇവിടെ വന്ന് വിളിച്ച് ഓട്ടോയിൽ പത്തനാപുരത്ത് കൊണ്ട് അവിടെ ആക്കി വിട്ടിട്ട് പോയ മക്കളുണ്ട്. അവരെ വീണ്ടും തിരിച്ച് ആ അമ്മയെ ഇവിടെ താമസിപ്പിച്ച് പരിഹരിക്കുന്ന സ്ഥാപനമാണ്. വസ്തുക്കൾ എഴുതി വാങ്ങിയിട്ട് ഇവിടെ സാറ് പറഞ്ഞതുപോലെ ചവിട്ടി പുറത്താക്കിയ മക്കളുണ്ട്. എത്രയോ ആളുകൾ, എത്രയോ ജന്മങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് ഇവിടെ പഠിപ്പിക്കുന്ന ഈ തത്വം തീർച്ചയായും മനുഷ്യരായിട്ടുള്ള ആളുകൾ കാണുക, കേൾക്കുക, മനസ്സിലാക്കുക. പുനലൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം തരം തുല്യതാ പഠിതാക്കളും അധ്യാപകരും ഗാന്ധിഭവനിലെ അന്തേവാസികളെ സന്ദർശിച്ച് ഭക്ഷണവും വസ്ത്രവും നൽകിയ ശേഷമാണ് ജീവകാരുണ്യ സംഗമത്തിൽ പങ്കെടുത്തത്. വിദ്യാർത്ഥികൾ ശേഖരിച്ച കാർഷിക വിളകളും ഭക്ഷ്യവസ്തുക്കളും ഗാന്ധിഭവൻ സെക്രട്ടറി സോമരാജന് കൈമാറി. സാക്ഷരതാ മിഷൻ കോഓർഡിനേറ്റർ ഹരിഹരൻ ഉണ്ണിത്താൻ, വി സുരേഷ് കുമാർ, ഡോക്ടർ അഭിലാഷ്, പ്രിൻസിപ്പൽ ലത എന്നിവർ സംസാരിച്ചു. തുടർന്ന് തുല്യതാ പഠിതാക്കളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മാനവ വിഭവശേഷി ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയാത്തതാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ പോരായ്മയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് മാനവ വിഭവശേഷിയുടെ അതിശക്തമായ സാന്നിധ്യം നേരിടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. മറ്റു പല ലോകരാജ്യങ്ങളെയും വെച്ച് നോക്കുമ്പോൾ ചൈനയും ഇന്ത്യയുമാണ് ജനസംഖ്യയുടെ കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നത്. മാനവശേഷിയുടെ ശരിയായ പുനഃക്രമീകരണമാണ് വേണ്ടതെന്ന് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. കേരളം വിദ്യാഭ്യാസത്തിൽ ഏറെ മുന്നിലാണ്. മികച്ച വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുന്നത് അനന്ത സാധ്യതകളാണ് രാജ്യത്തിന് നൽകുന്നത്. IT രംഗത്ത് മറ്റു സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ മുമ്പിലാണ്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉയർച്ചയുണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസ ഏജൻസികൾ മുന്നോട്ട് വരണമെന്നും ചെന്നിത്തല പറഞ്ഞു. കേരളം വിദ്യാഭ്യാസ രംഗത്ത് വളരെയേറെ പുരോഗതി കൈവരിച്ച സംസ്ഥാനമാണ്. അതുകൊണ്ടാണ് ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് തലയുയർത്തി പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. കേരളത്തെ പറ്റി പറയുന്നത് വി ആർ എക്സ്പോർട്ടിംഗ് ദ ഹ്യൂമൻ റിസോഴ്സസ് ടു ഔട്ട്സൈഡ്. നമ്മുടെ മാനവ വിഭവശേഷിയെ മറ്റ് രാജ്യങ്ങളിലേക്ക്, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളത്തെ വിലയിരുത്തപ്പെടുന്നുണ്ട്. കൊട്ടാരക്കരയിൽ ജൂനിയർ കോളേജ് തുടങ്ങി വിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവനകൾ നൽകി ഇന്ന് നഴ്സറി മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ പഠിക്കത്തക്ക നിലയിലേക്കുള്ള സൗകര്യമൊരുക്കിയതിന് സഭയെയും സഭയുടെ അഭിമന്യരായ ബാബമാരെയും എത്ര
അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. മുന്നോക്കക്ഷേമ വികസന കോർപ്പറേഷൻ ചെയർമാൻ ആർ ബാലകൃഷ്ണപിള്ള അധ്യക്ഷനായി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ ജോസ് കുട്ടി സ്വാഗതം പറഞ്ഞു. ചിറ്റയം ഗോപകുമാർ MLA, സർവകലാശാല സെനറ്റ് അംഗം പ്രൊഫസർ ജോർജ് വർഗീസ്, PTA പ്രസിഡന്റ് ആർ രത്നകുമാർ, കൊട്ടാരക്കര പഞ്ചായത്ത് അംഗം വി ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് തുടങ്ങി. 13 വരെ വിപുലമായ പരിപാടികളോടെയാണ് സമ്മേളനം നടക്കുക. കേബിൾ TV രംഗത്തെ അധിനിവേശത്തിനെതിരെ ജനകീയ ബദൽ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഈ മാസം 11 മുതൽ 12 വരെ തിരുവനന്തപുരത്ത് സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുന്നത്. 3 നാൾ നീളുന്ന സമ്മേളനത്തിന്റെ ഭാഗമായി കേബിൾ TV രംഗത്തെ അതിനൂതന സാങ്കേതിക സംവിധാനങ്ങൾ അണിനിരത്തിയുള്ള മെഗാഫെസ്റ്റ്, വിവിധ സെമിനാറുകൾ, ചർച്ചകൾ, പ്രകടനം എന്നിവ നടക്കും. രാഷ്ട്രീയ, സാമൂഹിക, മാധ്യമ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് കേബിൾ ഓപ്പറേറ്റർമാർ സംഘടിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ശക്തമായി മുന്നോട്ട് വരികയും ചെയ്തത് ഇന്ന് വലിയ വിജയത്തിലെത്തിയിരിക്കുകയാണ്. മാധ്യമരംഗത്ത് പുതിയ രീതി ആവിഷ്കരിക്കുന്നതിന് കേരള വിഷന് സാധിച്ചതിന്റെ പിന്നിൽ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പ്രവർത്തനത്തിന്റെ പ്രത്യേകതകളും അവരുടെ പ്രവർത്തന നയവും വ്യക്തമാകുന്നുണ്ട്. ജനകീയ കൂട്ടായ്മയിലൂടെ ചെറുകിട ഓപ്പറേറ്റർമാർ സംഘടിതമായി നിന്നുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഇതിനകം COA തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കൊട്ടാരക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. റേഷൻ വിതരണ രംഗത്തെ ആശങ്കകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ധർണ. അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ KB ബിജു ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യസുരക്ഷാ പദ്ധതി നിലവിൽ വരുമ്പോൾ ബഹുഭൂരിപക്ഷം കാർഡുടമകളും റേഷൻ സംവിധാനത്തിൽ നിന്നും പുറത്താക്കപ്പെടുമെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടി. ഈ പുറത്താക്കലിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ APL കാർഡുടമകൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഗോതമ്പ് വിഹിതം 2013 ഏപ്രിൽ മാസത്തിൽ നിർത്തലാക്കി. ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരികൾക്കുള്ള ആശങ്കകൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ഇതുവരെ നടപടി സ്വീകരിച്ചില്ല. പലതവണ സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ ഉറപ്പുകളൊന്നും ലഭിച്ചിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും വ്യാപാരികൾ പറഞ്ഞു. റേഷൻ വ്യാപാരികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുക, റേഷൻ സാധനങ്ങൾ കൃത്യമായ അളവിലും തൂക്കത്തിലും ഡിപ്പോകളിൽ എത്തിച്ചു നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ഗവൺമെന്റ് തീരുമാനിച്ചതാണ് 1 കിൻഡൽ പഞ്ചസാരയ്ക്ക് 15 രൂപ 50 പൈസ കമ്മീഷൻ. ഈ 15-16 വർഷങ്ങൾക്ക് പിന്നിട്ടപ്പോൾ 15 വർഷത്തിന് മുമ്പ് ഒരു വണ്ടിക്കാരന് കൊടുക്കുന്ന വണ്ടിക്കൂലി ഇപ്പൊ കൊടുത്താൽ ഏതെങ്കിലും ഒരു വണ്ടി ആ സാധനം എടുത്തുകൊണ്ട് വരാൻ വരുമോ? ഇവിടെ കാലാകാലങ്ങളിൽ ഭരിക്കുന്ന ഗവൺമെന്റുകൾക്ക് ഇതൊന്നും അറിയത്തില്ലയോ? ഉദ്യോഗസ്ഥന്മാർക്ക് വില സൂചിക അനുസരിച്ച് 5 വർഷം കൂടുമ്പോൾ ശമ്പളം കൂട്ടുന്നു, TA കൂട്ടുന്നു, DA കൂട്ടുന്നു, മറ്റേത് കൂട്ടുന്നു, മറ്റേത് കൂട്ടുന്നു. 15 കൊല്ലമായിട്ടും റേഷൻ കടക്കാരന് കമ്മീഷൻ ഒന്നും കൂട്ടുന്നില്ല. കൈതോട് ശ്രീധരൻ പിള്ള ചടങ്ങിൽ അധ്യക്ഷനായി. സംയുക്ത സമരസമിതി നേതാക്കളായ G കൃഷ്ണൻകുട്ടി നായർ, ജോൺസൺ വേങ്ങൂർ, TV മോഹനൻ, രഞ്ജിനി രാധാകൃഷ്ണൻ, ഹരികുമാർ S എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പട്ടാഴി ദേവീക്ഷേത്രത്തിലെ പൊങ്കാല ദിനത്തിൽ BJP ഒരുക്കിയ നമോ ചായക്കട കൌതുകമായി. പൊങ്കാലയിടാനെത്തിയ ഭക്തർക്ക് നമോ ചായക്കടയിൽ നിന്ന് ചായയും ലഘുഭക്ഷണവും സൌജന്യമായിരുന്നു. ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിന് സമീപത്തായിരുന്നു നമോ ചായക്കടയുടെ പ്രവർത്തനം. പൊങ്കാല അർപ്പിക്കാൻ ക്ഷേത്രസന്നിധിയിൽ ഒഴുകിയെത്തിയ ആയിരക്കണക്കിന് ഭക്തർക്ക് നമോ ചായക്കട കൌതുകവും സഹായവുമായി. ചായയ്ക്ക് പുറമെ ബിസ്ക്കറ്റ്, ബ്രെഡ്, ബെന്ന് എന്നിവ സൌജന്യമായി ഇവിടെ വിതരണം ചെയ്തു. നരേന്ദ്രമോദിയുടെ ഫോട്ടോ പതിച്ച ഫ്ലക്സ് ബോർഡിൽ നമോ ചായക്കട എന്ന ബോർഡ് വെച്ചത് കാഴ്ചക്കാരുടെ ശ്രദ്ധ പിടിച്ചെടുത്തു. ഭക്ഷണ വിതരണം കൂടിയായപ്പോൾ നമോ ചായക്കട പെട്ടെന്ന് ഹിറ്റായി. BJP നിയോജകമണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പട്ടാഴിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച നമോ ചായക്കടയിൽ സഹായികളായി AR അരുൺ, അനീഷ് കോളൂർ, രതീഷ് ചന്ദ്രൻ, സുരേഷ് വലമ്പുറത്ത്, ഗോപാലകൃഷ്ണൻ, മുരളീധരൻ, ദിവാകരൻ, രാധാകൃഷ്ണൻ, രാജേഷ് എന്നിവരും കൂടി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വരൾച്ചയെ തുടർന്ന് KAP കനാലുകളിൽ ജലസേചനം തുടങ്ങി. ജലലഭ്യത കർഷകർക്ക് അനുഗ്രഹമായിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം പ്രദേശങ്ങളിലും കനാൽ തകർന്ന് ജലം നഷ്ടമാകുന്നത് തിരിച്ചടിയാകുന്നു. കൊട്ടാരക്കര ബ്യൂറോയുടെ റിപ്പോർട്ട്. വേനൽ കടുത്തുവരുന്ന സാഹചര്യത്തിൽ നാട്ടിൻ പ്രദേശങ്ങളിലെ കിണറുകളിലും പാടങ്ങളിലും നീരൊഴുക്ക് നിലച്ചിരിക്കുകയാണ്. കനാലിലൂടെയുള്ള ജലവിതരണം ഏറെ അനുഗ്രഹമായിരിക്കുന്നത് കർഷകർക്കാണ്. ഉപകനാലുകൾ വഴി ജലം പാടശേഖരങ്ങളിലും എത്തുന്നുണ്ട്. കനാൽ കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ കിണറുകൾ ജലസമൃദ്ധമായി. ഇത് വരൾച്ചയ്ക്ക് ഒരു പരിധിവരെ ആശ്വാസമാകുന്നു. എന്നാൽ പല ഭാഗങ്ങളിലും ഉപകനാലുകളുടെ തകർച്ച കർഷകരെയും നാട്ടുകാരെയും ബുദ്ധിമുട്ടിലാക്കി. ഉപകനാലിന്റെ ഭിത്തികൾ തകർന്ന് ജലം പാഴായി പോവുകയാണ്. ഇത് കാരണം ഉപകനാലുകൾ തുറക്കാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. കനാൽ
ശുദ്ധജലം കെട്ടിട നിർമ്മാണത്തിനും മറ്റും ഉപയോഗിക്കുന്നവരും കുറവല്ല. കനാലുകൾ വഴി ജലവിതരണം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് നിരവധി തവണ യുവജന സംഘടനകളും പരിസ്ഥിതി പ്രവർത്തകരും സമരം നടത്തിയിരുന്നു. എന്നാൽ കനാൽ പല ഭാഗങ്ങളിലും തകർന്നു കിടക്കുകയാണെന്നും അതുകൊണ്ട് ജലവിതരണം നടത്താൻ പറ്റില്ല എന്നുമായിരുന്നു അധികൃതരുടെ വാദം. എന്നാൽ ജനങ്ങളുടെ സമ്മർദ്ദം മൂലം അധികൃതർ ജലവിതരണം ആരംഭിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പ്രധാന വാർത്തകൾ വീണ്ടും. കോട്ടവട്ടത്ത് 13-കാരനെ കനാലിൽ കാണാതായി. ചൊവ്വാഴ്ച രാത്രി 8 വരെ തെരച്ചിൽ നടത്തി. ബുധനാഴ്ച രാവിലെ തെരച്ചിൽ തുടരുമെന്ന് അഗ്നിശമന സേന. ചിതറയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് നൽകുന്ന താത്കാലിക കെട്ടിടത്തിൽ താമസിയാതെ പ്രവർത്തനം തുടങ്ങും. ചിതറ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടം നാടിന് സമർപ്പിച്ചു. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് തുടങ്ങി. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.